അസ്സലാമു അലൈക്കും. അഫ്നാൻ അറബിക് എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ജീവിതം അതിന് യുഗാന്തരങ്ങളുടെ പഴക്കമുണ്ട്. ഭൂതകാലത്തിൻ്റെ കയ്യൊപ്പ് പോലെ, ചരിത്ര ദൗത്യം പോലെ നാം ഇന്നും അത് തുടരുകയാണ്. ഉപജീവനാർത്ഥം അറബ് മേഖലയിലെത്തുന്ന പ്രവാസികൾ നിരവധി പ്രതിസന്ധികൾ നേരിടുന്നു. അതിൽ മുഖ്യമായ ഒന്ന് നിസ്സംശയം അവൻ്റെ അറബി ഭാഷയിലുള്ള അജ്ഞത തന്നെയാണ്. ഇതിനൊരു പരിഹാരം എന്നോണമാണ് അഫ്നാൻ അറബിക് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഈ പരിപാടിയിൽ അധ്യാപകനായി എത്തിയിരിക്കുന്നത് പൊന്നാനി MI അറബിക് കോളേജ് പ്രിൻസിപ്പലായിരുന്ന ശ്രീ അൻവർ അബ്ദുള്ള അൽ ഫത്ഫരിയാണ്. അദ്ദേഹം നിരവധി അറബി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഖുർആൻ ആദ്യമായി ഉറുദു ഭാഷയിലേക്ക് പരിഭാഷ ചെയ്ത മലയാളി കൂടിയാണ് അദ്ദേഹം. ഇതിനൊക്കെ അപ്പുറം ഇസ്ലാമിക കർമ്മശാസ്ത്രം പദ്യരൂപത്തിൽ രചിച്ച് വലിയൊരു സൗദി സമൂഹത്തിൻ്റെ തന്നെ പ്രശംസയ്ക്ക് അദ്ദേഹം അർഹനായി. 5000 വർഷത്തെ പഴക്കമുള്ള ഭാഷയാണ് എന്ന് മാത്രമല്ല, മലയാളി സമൂഹത്തിൻ്റെ ജോലിയുടെ ഒരു ഭാഷയാണ്. അൽ ഖുർആനുൽ കരീം حيث قال تعالى لإلاف قريش بسم الله الرحمن الرحيم لإلاف قريش إلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. في هذه السورة قد أشار تعالى إلى رحلتيهم الصيفية والشتوية إلى اليمن وإلى الشام. Afnan, an easy to follow way for a care life to learn Arabic. السلام عليكم ورحمة الله وبركاته. أهلا أهلا مرحبا مرحبا, which means welcome welcome. നമ്മുടെ എല്ലാം പെറ്റമ്മ മലയാളമാണ്. എന്നാൽ ഇന്ന് മിക്ക മലയാളികൾക്കും പോറ്റമ്മയാവുന്നത് അറബി, ഇംഗ്ലീഷ് മുതലായ ഭാഷകളാണ്. ഗൾഫ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അറബി തന്നെയാണ് പോറ്റമ്മയാവുന്നത്. ഇപ്പോൾ ദുബ പറഞ്ഞാൽ ഈച്ച. ഈ വാക്കിന് ഒരു കഥയുണ്ട്. ചിലപ്പോൾ ഈ പദങ്ങൾ അതിൻ്റെ വസ്തുവിൻ്റെ പ്രവൃത്തിയിൽ നിന്നും എടുക്കുന്ന പദമായിരിക്കും. ഇപ്പോൾ ദുബാബ് എന്ന് പറഞ്ഞാൽ നേരെ ദുബ ആബ എന്നാണ്. ദുബാബിന് ദുബാബ് എന്ന് പറയുന്ന കാരണം ഇതാ ദുബ. അത് പറഞ്ഞ ആട്ടി ഓടിച്ചു, ആ പറഞ്ഞ മടങ്ങി. അപ്പോൾ ഓടിച്ചാൽ മടങ്ങി വരുന്ന നടത്തുന്നത് ദുബ. ഇതാ ദുബ ആബ അല്ലേ? ഇതാ ദുബ ആട്ടിയാൽ ആബ മടങ്ങും. ഇങ്ങനെ ദുബ ആബ രണ്ടും കൂട്ടിച്ചേർത്താണ് ദുബാബ് എന്ന വാക്ക്. അപ്പൊ എന്താ ആട്ടി ഓടിച്ചാൽ തിരിച്ചു വരുന്നത് അല്ലേ? അങ്ങനെ ഈ പദം വന്നിട്ടുള്ളത് കേട്ടോ. പുരാതന ലോകചരിത്രം പരിശോധിച്ചാൽ സംസ്കാര സമ്പന്നരായിരുന്നു അറബ് സമൂഹം എന്ന് വ്യക്തമാണ്. ഭരണരംഗത്തും നിർമ്മാണ കലകളിലും വാണിജ്യ വ്യവസായ മേഖലകളിലും അവരായിരുന്നു മുൻപിൽ. الموسوعة موسوعة أفنان أنا شفتها باعتباري عضو من أعضاء رابطة الأدب الإسلامي العالمية. هذه الموسوعة أفنان قيمة جدا، مفيدة، ممكن يستفاد منها، والإخوة من أهل الهند كيرلا مفروض أنهم يطلعوا عليها للاستفادة منها والسير بها في جميع مناحي الحياة في المملكة العربية السعودية بل في العالم أجمع. هذه الموسوعة أفنان لها قيمة علمية، قيمة تراثية، قيمة أدبية عالية جدا. أرجو الاطلاع عليها، وبالاطلاع عليها أيضا سيزداد الإنسان معرفة ورقي بالمعرفة والثقافة العربية. ഏറ്റവും കൂടുതൽ പദസമ്പത്തുള്ള ഒരു ഭാഷയാണ് അറബിക്. അർത്ഥം കച്ചവടം. താജിർ കച്ചവടക്കാരൻ, തിജാറ കച്ചവടം. യമനായിരുന്നു അറബ് ലോകത്തിലെ വ്യാവസായിക കേന്ദ്രം. ഏകദേശം 3000 വർഷത്തോളം പഴക്കമുണ്ട് ഇന്ത്യയുമായുള്ള അറബ് ലോകത്തിന്റെ വ്യവസായ ബന്ധത്തിന്. ഈ ഒരു ബന്ധം തന്നെ ഇരു രാജ്യങ്ങളുടെയും ഭാഷകളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല സംബോധന രീതിയാണ് അബു കേട്ടോ. ആരെയും വിളിക്കാം, ഇത് രാജാവിനെയും പണ്ഡിതനെയും സാധാരണക്കാരനൊക്കെ വിളിക്കാം. എങ്ങനെ അബു ഉണ്ട് കേട്ടോ. മുഹമ്മദ് അത് ഏറ്റവും നല്ല വിളിയാണ്. അങ്ങനെ വിളിക്കേണ്ടത് കേട്ടോ. കേരളത്തിലെ കുരുമുളകിനും ഇഞ്ചിക്കും അറബ് ലോകത്ത് വൻ വിപണിയായിരുന്നു. ഒരു ഔഷധമായിട്ടാണ് അവരിതിനെ കണ്ടിരുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കവികളുടെ ചക്രവർത്തി അഥവാ മലിക് അൽ ഷുഹറ എന്നറിയപ്പെട്ടിരുന്ന ഇമ്രുൽ ഖൈസ് തൻ്റെ ഒരു പ്രണയകാവ്യത്തിൽ കുരുമുളകിനെ പറ്റി വളരെ രസകരമായി പ്രതിപാദിച്ചിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയിലെത്തിയ ചേരമാൻ പെരുമാൾ പണ്ട് പ്രവാചകന് നൽകിയ സമ്മാനങ്ങളിൽ ഇഞ്ചി അച്ചാറും ഉണ്ടായിരുന്നു എന്ന് ഒരു സ്വഹാബി സൂചിപ്പിക്കുന്നു.
മസ്ജിദ് പള്ളി അല്ലേ, വെള്ളിയാഴ്ച പ്രാർത്ഥനയുള്ള പള്ളിക്ക് എന്താ പറയും? ജാമ്യ. ഇത് എപ്പോഴും മനസ്സിലാക്കേണ്ട പദമാണോ? നമ്മളെ ഇതിലും പോകുമ്പോൾ ചിലപ്പോൾ യാത്രക്കാർ ചോദിക്കും അയിൻ മസ്ജിദ്, പള്ളിയോടെ ചോദിക്കും അല്ലേ, അവനും ജാമ്യ. മസ്ജിദ് ഖരീബ് വല്ല ബഈദ് വൈന, അപ്പോൾ ഇവിടെ പള്ളി വെക്കുമ്പോൾ ചിലപ്പോൾ പറയും റോഹൽ ജമീൻ ഒരു ഭാഗത്തേക്ക് പോവുക, ഓ ലസാർ ഇടഭാഗത്ത് പോവുക, അല്ലെങ്കിൽ തഖദ്ദം ഷുവൈ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അലത്തൂൽ. അലത്തൂർ എന്നാ പറയുന്നത് നിങ്ങൾ? ആലത്തൂർ എന്ന പാലക്കാട്ടുള്ള ഒരു പട്ടണമാണ്. മലപ്പുറം ജില്ലയുണ്ട് ആലത്തൂർ പടി. അപ്പോൾ ആലത്തൂർ ആലത്തൂർക്ക് പോകാൻ നിർത്താം, പാസ്പോർട്ടും ടിക്കറ്റൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പം പ്രത്യേകിച്ച് നമുക്ക് ഈ സന്ദർഭത്തെ ഓർമ്മ വന്നാണ് നമ്മൾ വ്യാപകമായ അബദ്ധത്തിൽപ്പെട്ട ചിരിപ്പിക്കുന്ന ഒരു അബദ്ധമാണിത്, ഈ ആലത്തൂർ എന്ന പ്രയോഗം. തോപ്പിനേക്കാളൊക്കെ മോശമാണ്. സൗബിന് തോപ്പ് എന്ന് പറഞ്ഞ സാറല്ലേ, തോപ്പൊരു സാധനമുണ്ട്. ഈ ആലത്തൂർ വളരെ മോശപ്പെട്ട പദമാണ്. അപ്പം നാളെ മുതൽക്ക് ഇത് ആരും തന്നെ ആലത്തൂർ എന്ന് പറയുന്നത് കേട്ടോ. അത് ആലത്തൂൽ എന്ന, തൂൽ എന്ന് പറഞ്ഞാൽ നീളം. അപ്പം ആലത്തൂൽ നേർക്കുനേരെ, നീളത്തിൽ എന്ന വാക്കിൻ്റെ അർത്ഥം. പഠന പരിപാടി ആദ്യം മുതൽക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് കണ്ടില്ലെങ്കിൽ ഒരു ഫ്ലോ കിട്ടില്ല എന്ന് കരുതി ആരും ചാനൽ മാറ്റണ്ട. കാരണം ഓരോ എപ്പിസോഡും അതിൻ്റെ പൂർണ്ണതയിലാണ് അഫ്നാനിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു എപ്പിസോഡ് കണ്ടാൽ തന്നെ അതിൽ നിന്ന് ഒരു 5-6 പദങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. ആ ഒരു പൂർണ്ണത, അതാണ് അഫ്നാനിൻ്റെ പ്രത്യേകത. To study Arabic language quickly. Conversations that can help you in government offices, business centers, hospitals, airports and so. Do watch it and don't miss it. Coming soon in your favorite channel.